നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വന്നാൽ ടെൻഷൻ അടിക്കാതെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ചായക്കടി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മളെല്ലാവരും പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉള്ളിവട ഉണ്ടാക്കും. പക്ഷെ അതൊന്നും അല്ലാണ്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നമ്മൾ ഇന്ന് സ്നാക്സ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഇതാ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ചേർത്താൽ മതി കേട്ടോ, കൂടുതലായി പോരുത്. അതിലേക്ക് നമുക്ക് ഇനി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഈ മുട്ടയും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ട് വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. 5-6 പീസ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ മുക്കിയിട്ട് ഇതേപോലെ ദോശക്കല്ലിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ 2 സൈഡും നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ട് നമ്മളിങ്ങനെ തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ ഇത് കിട്ടും. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മല്ലിയിലയും മസാലയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് നമുക്കിത് റെഡി ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതേപോലെ നല്ല കളറിൽ നമ്മളിത് ടോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ചായക്കടി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റെല്ലാം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ നമ്മളിനി അടുത്തത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എത്ര മുട്ട വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ 2 മുട്ട വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കണേ. അപ്പോൾ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എസൻസോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഒരു നേന്ത്രപ്പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കണേ. മാക്സിമം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് റെഡിയാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. ഉണ്ണിയപ്പച്ചട്ടിയിൽ ആദ്യം നമുക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം. കുറച്ച് മതി. ഇനിയിപ്പോൾ ഗീ ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താലും മതി. എന്നിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടൻ്റെയും പഴത്തിൻ്റെയും മിക്സില്ലേ, അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലോർ കയ്യിലില്ലാത്തവർ വിഷമിക്കണ്ട. ഇതിൽ കോൺഫ്ലോർ ഒന്നും വേണമെന്നില്ല. മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാവും. മുട്ടയും പാലും പഴവും നമ്മുടെ പഞ്ചസാരയും ഒക്കെ മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സെറ്റാവില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂണോ മറ്റോ കുറച്ച് മൈദ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാനിതാ റൈസിൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അടിയിൽ ഞാൻ ഒരു പഴയൊരു ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടിയിൽ വെച്ചെടുത്താൽ അടിയിൽ കരിയൊന്നുമില്ല. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇതേപോലെ നന്നായിട്ട് പൊങ്ങിയിട്ട് അടിപൊളിയായിട്ട് നമുക്കിത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ചായക്കടിയും റെഡി ആയിട്ടുണ്ട്. ഇതും സിമ്പിളല്ലേ, നമുക്ക് ഒരു 10 മിനിറ്റെല്ലാം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങിയിട്ടെടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണ് കേട്ടോ പുഴുങ്ങുന്നത്.
അപ്പോൾ അത് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വഴറ്റാതെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ 1-2 സ്പൂൺ മൈദ ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഷേപ്പ് ആക്കുമ്പം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ കുറച്ച് മാവെടുത്തിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയതിന് ശേഷം ഇതാ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കിയിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതാ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദയും ഉപ്പും വെള്ളവും ഇതേപോലെ കലക്കിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് വെക്കാം. പിന്നെ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓരോന്നും ഈ മൈദയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് മുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഇതിന് ബ്രെഡ് ക്രംസ് എല്ലാം വേണ്ടേന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു 3-4 പീസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് വറുക്കാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇത് ഫുള്ളും ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ നല്ലൊരു കളറായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്താൽ മതി. പൊട്ടാറ്റോ എല്ലാം ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ 3ാമത്തെ ചായക്കടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്കും, അതേപോലെ പൊട്ടാറ്റോൻ്റെ കട്ട്ലേറ്റും, പിന്നെ ഇതാ ജിഞ്ചർ ഗാർലിക് ബ്രെഡും, 3ഉം അടിപൊളിയാണ്, കാണാൻ നല്ല ലുക്കാണ്. പ്രത്യേകിച്ച് ഈ ബ്രെഡ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.